ഫെമി ഒത്തഡോള എന്ന് പറയുന്ന വലിയൊരു പണക്കാരനുണ്ട് ആഫ്രിക്കയിൽ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് കേട്ടോ. അദ്ദേഹമായിട്ടൊരു പത്രപ്രവർത്തകൻ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതിൽ ചോദിക്കുന്നുണ്ട്, നേരത്തെ ചോദിച്ചതുപോലൊരു ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷം ഏതായിരുന്നു? അന്ന് അദ്ദേഹത്തിന് 52 വയസ്സാണ്. അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതായിരുന്നു. കുറേ നേരം ആലോചിച്ചതിന് ശേഷം അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, വീൽ ചെയർ കാലിന് വയ്യാത്ത ആളുകളില്ലേ, അവരുടെ ഒരു സ്ഥാപനമുണ്ട്, അവിടേക്ക് 102 വീൽ ചെയറുകൾ വേണം, അത് നീ തരണം എന്ന് പറയാ. ഒരു സുഹൃത്തിന് അങ്ങനെ പറയല്ലോ, അത് നീ തരണം. കേട്ടപാടെ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ തരാം, ഓക്കെ ഞാൻ തരാം. പക്ഷെ അപ്പം സുഹൃത്ത് പറഞ്ഞു, അത് തന്നാൽ മാത്രം പോരാ, അത് വിതരണം ചെയ്യുന്ന ചടങ്ങിലേക്ക് നീ വരണം. അയ്യോ അത് പറയരുത്, പൈസ എത്രയും വേണമെങ്കിൽ തരാം, പക്ഷെ എൻ്റെ കയ്യിൽ സമയമില്ല, വരാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സുഹൃത്ത് നിർബന്ധിച്ചത് കൊണ്ട് അദ്ദേഹം പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ചടങ്ങിലേക്ക് അദ്ദേഹം എത്തി. അദ്ദേഹം പറയാണ്, കാലിന് വയ്യാത്ത ആളുകൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറി വരും, അവർക്ക് വീൽ ചെയർ കൊടുക്കും. ആ വീൽ ചെയറിൽ ഇരുന്ന് അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ തിരിച്ചു പോകുന്നത് കണ്ട നിമിഷം എനിക്ക് ഭയങ്കര സന്തോഷമായി. വീൽ ചെയർ കിട്ടിയ മുഴുവൻ ആളുകളും ആ സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്നത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം അപ്പോഴാണ് സംഭവിച്ചത്. ഞാൻ തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ നിന്നൊരു കുട്ടി വീൽ ചെയറിൽ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് എത്തിയിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്. എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ മോളോട് ചോദിച്ചു, മോൾ എന്താ ഇങ്ങനെ നോക്കുന്നത്? അവൾ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ മുഖം ഓർമ്മിക്കുവാനാണ്. 52 കൊല്ലം ജീവിച്ച കോടീശ്വരനായൊരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ വാരിക്കൂട്ടിയ സമ്പാദ്യവും നേടിയെടുത്ത ലാഭങ്ങളുമൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് ഒരു പാവം കുഞ്ഞിൻ്റെ ചുണ്ടിൽ നിന്ന് കേട്ട ഒരൊറ്റ വാക്കിലേക്ക് ഒരായുസ്സിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തെ കൊണ്ടുവന്നിട്ട് പറയാണ്, എടാ ആ നിമിഷം ജീവിച്ചു എന്നെനിക്ക് തോന്നിയ നിമിഷമാണ്, ഇനി ഇവിടുന്ന് പോയാലും കുഴപ്പമില്ല എന്നെനിക്ക് തോന്നിയ നിമിഷമാണ്, എൻ്റെ ആയുസ്സിന് എനിക്ക് പരിപൂർണത തോന്നിയ നിമിഷമാണ്. പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ മുഖം ഓർമ്മിക്കുവാനാണ്. മൊമെൻറ്റ്സ്. ആയുസ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ്സ് ആണ്. ആ മൊമെൻറ്റ്സ് തന്നവർ നമ്മൾ മറക്കുമല്ലോ. അങ്ങനെ കുറച്ച് മുഖങ്ങളും ബാക്കിയാവും. നമ്മൾ കണ്ടുമുട്ടുന്നത് അധികവും നിഴലുകളെയാണ്. വല്ലപ്പോഴും ഒരു വെളിച്ചത്തെ കണ്ടുമുട്ടുന്നു എന്നേ ഉള്ളൂ അല്ലേ? കണ്ടുമുട്ടുന്നത് ഏറെയും നിഴലുകളെയാ. വല്ലപ്പോഴും ഒരു വെളിച്ചത്തെ കണ്ടുമുട്ടുന്നു. അതിനെന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. ജീവിതത്തെ മുഴുവനും പ്രകാശമാനമാക്കുന്ന ചില സാന്നിധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാവും. ചിലപ്പോൾ അതൊരു കുഞ്ഞായിരിക്കും, ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കും, ചിലപ്പോൾ ഒരു ഗുരുനാഥനായിരിക്കും, ചിലപ്പോൾ ഒരു അയൽക്കാരനായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കടയിലേക്ക് എല്ലാ ദിവസവും വരുന്ന ചായ കൊണ്ടുവന്ന് തരുന്നൊരു കുട്ടിയായിരിക്കും. ആരാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രസൻസായി ഒരു സാന്നിധ്യമായി മാറുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിനെ തൊടുന്ന ചിലരുണ്ട്. ശരീരത്തെ ആർക്ക് വേണമെങ്കിലും തൊട്ടു പോകാം. പക്ഷേ നമ്മുടെ ആത്മാവിനെ തൊട്ടു പോകുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്. ജീവിതത്തെ മുഴുവനും വെളിച്ചമുള്ളതാക്കുന്നത് ആ മനുഷ്യന്മാരാ. അങ്ങനെ കുറേ മനുഷ്യന്മാരൊന്നും വേണ്ട, ഒരാളെങ്കിലും മതി. മനുഷ്യൻ അന്തസ്സോടുകൂടി ജീവിക്കൂ. അതെ, നമ്മൾ പറഞ്ഞു വന്ന കഥയുടെ പൊരുളും അതാണ്. അപ്പോൾ ആ പെൻസിൽ ഉണ്ടാക്കിയ ആള് പെൻസിലിനോട് പറഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്. എന്താണെന്നറിയോ? നിന്റെ ജീവിതത്തിൽ നിനക്ക് കുറേ എററുകളൊക്കെ വരും, തെറ്റുകളൊക്കെ വരും.
തെറ്റുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന സമയത്ത്, നിനക്ക് മൂർച്ച കുറയുന്ന സമയത്തൊക്കെ നിനക്കിങ്ങനെ മൂർച്ച കൂട്ടും. ഓരോ സമയത്ത് നിനക്ക് മൂർച്ച കൂട്ടുമ്പോഴും നിനക്ക് വേദനിക്കുമെങ്കിലും സത്യത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പെൻസിലായിട്ട് നീ മാറുകയാണ്. ഏറ്റവും ബെറ്ററായൊരു പെൻസിലായിട്ട് നീ മാറുകയാണ്. ഓക്കെ, ഓരോ നിമിഷവും നിൻ്റെ ജീവിതത്തിൽ കരയുന്ന നിമിഷങ്ങളുണ്ടാവും, സങ്കടപ്പെടുന്ന നിമിഷങ്ങളുണ്ടാവും, പ്രതിസന്ധികളുടെ നിമിഷങ്ങളുണ്ടാവും. പക്ഷെ ആ നിമിഷങ്ങൾ നീ ഒരിക്കലും നിൻ്റെ ജീവിതം അവസാനിക്കുന്ന നിമിഷമായിട്ട് തോന്നരുത്. പകരം നിനക്ക് കുറച്ചുകൂടി മൂർച്ച കൂടുന്ന നിമിഷമാണത്. നിനക്ക് കുറച്ചുകൂടെ അന്തസ്സായിട്ട് ജീവിക്കാൻ നീ പഠിച്ചെടുക്കുന്ന നിമിഷമാണത്. ഓരോ തവണ പെൻസിൽ കുറിപ്പിക്കുമ്പോഴും പെൻസിലിന് വേദനിക്കുന്നുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? മൂർച്ച കൂടിയൊരു പെൻസിലായിട്ട് അവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, വളരെ രസമുള്ളൊരു ഷോർട്ട് ഫിലിം ആട്ടോ. ലേ പെൻസില എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ആ ഷോർട്ട് ഫിലിം എങ്ങനെയാണെന്നറിയോ? ഒരു തിയേറ്ററാണ്. ആ തിയേറ്ററിൽ ഇരുന്നിട്ട് കുറേ ആളുകൾ സിനിമ കാണുകയാണ്. ആ സിനിമയിലുള്ള രംഗം എന്താണെന്നറിയോ? ഒരു പെൺകുട്ടി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് അവൾ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ ആളോടുള്ള സ്നേഹം മുഴുവനും അവളുടെ മുഖത്തുണ്ട്. അത്രയും സ്നേഹത്തോടു കൂടി എഴുതുന്നു. അങ്ങനെ എഴുതുന്നതിനിടയിൽ ആ പെൻസിൽ അതിൻ്റെ പൊട്ടിപ്പോയി. അതിൻ്റെ കൂർപ്പില്ലേ, ആ മുനയില്ലേ, ആ മുന പൊട്ടിപ്പോയി. ആ സമയത്ത് അവൾ എന്താണ് ചെയ്യുന്നത്? ഷാർപ്പനർ എടുത്തിട്ട് അതിൻ്റെ മൂർച്ച കൂട്ടുകയാണ്. മൂർച്ച കൂട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്നറിയോ? ആ തിയേറ്ററിലിരിക്കുന്ന മുഴുവൻ ആളുകളും കരയുകയാണ്, സങ്കടപ്പെടുകയാണ്. ചിലരൊക്കെ ശരിക്കും കരയുന്നുണ്ട്. അതിനിടയിൽ ആ പെൻസിൽ താഴേക്ക് വീണുപോയി. അപ്പോഴും ഇവർ കരയാണ്. നമുക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇവരിങ്ങനെ കരയുന്നത്. ഒരു പെൻസിലല്ലേ, പെൻസിലിന് മൂർച്ച കൂട്ടിയല്ലേ. പക്ഷേ പിന്നെയാണ് മനസ്സിലാകുന്നത്, ആ സിനിമ അവസാനിച്ച് ആ തിയേറ്ററിൽ നിന്ന് ആളുകൾ മുഴുവൻ ഇറങ്ങി വരുമ്പോഴാണ് മനസ്സിലാവുക, തിയേറ്ററിലിരുന്ന മുഴുവൻ ആളുകളും ആരായിരുന്നു? പെൻസിലുകളായിരുന്നു. കാരണം അവർക്കത് വെറൊരു സിനിമയല്ല, ഒരു ഹൊറർ മൂവിയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അത് വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്, അല്ലേ? ഓരോ തവണ പെൻസിൽ കൂർപ്പിക്കുമ്പോഴും ഈ പെൻസിലിന് നോക്കുന്നുണ്ടാവും. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? കുറച്ചുകൂടി മൂർച്ച കൂടി ഒരു പെൻസിൽ അവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ചെടിയൊക്കെ ബഡ് ചെയ്യുന്ന സമയത്ത് ചെടി എന്തായിരിക്കും വിചാരിക്കുന്നത്? എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണമല്ലോ എന്നല്ലേ വിചാരിക്കുക. കർഷകൻ എന്താ വിചാരിക്കുന്നത്? കർഷകൻ എന്താ വിചാരിക്കണേ? കുറച്ചുകൂടെ മികച്ച രീതിയിൽ ആ ചെടിക്ക് വളരാൻ ആവശ്യമായ അവസരമാണ് കർഷകൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ പഠിച്ചവനും ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ എന്തിനാ തരുന്നത്? ആ സങ്കടങ്ങളിൽ നിന്നാണ് ജീവിതം പഠിക്കുന്നത്. സന്തോഷങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച വലിയ വലിയ സന്തോഷങ്ങളിൽ നിന്ന് പോലും ചെറിയ ചെറിയ കാര്യങ്ങളെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സങ്കടങ്ങളിൽ നിന്ന് പോലും വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന ഇത്രയേറെ വരുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷമുള്ള കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ നേരം ഇങ്ങനെ ആലോചിക്കും. പെട്ടെന്നൊന്നും കിട്ടൂല. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടമുള്ള അനുഭവം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ എത്ര പെട്ടെന്നാണ് ആ ഓർമ്മ നിമിഷ നേരം കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഓടി വരും. അതെന്തുകൊണ്ടാണെന്നറിയോ? അതെന്തുകൊണ്ടാ? അതാണ് നമ്മളാക്കിയത്. നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചത് അങ്ങനെയാണ്. നമുക്ക് മനുഷ്യന്മാരെ മനസ്സിലായത് അങ്ങനെയാണ്. ജീവിതം പഠിച്ചത് അങ്ങനെയാണ്. വെളിച്ചം കിട്ടിയത് അങ്ങനെയാണ്. ഉരുക്കിടുന്നോ മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ. പൂന്താനത്തിൻ്റെ വരികളത്. എന്ത് രസമുള്ള വരിയല്ലേ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഉരുക്കിടുന്നു മിഴിനീരിലിട്ട്, കണ്ണുനീരിലിട്ടിട്ട് ഉരുക്കിടുന്നു എന്ത്? മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ.
മനസ്സിലായില്ലേ? സ്വർണത്തിൻ്റെ കട്ടി ആരെങ്കിലും കഴുത്തിലോ കാതിലോ അണിയാറുണ്ടോ? ഉണ്ടോ? സ്വർണത്തിൻ്റെ കട്ട ആരെങ്കിലും അണിയാറുണ്ടോ? പിന്നെ എന്താ അണിയുക? അതിങ്ങനെ ഉരുക്കിയെടുത്തിട്ട് അതിൽ നിന്ന് ആഭരണങ്ങളെ സൃഷ്ടിച്ച് ആ ആഭരണങ്ങളാകുമ്പോഴാണ് അതിന് ഭംഗി വരുന്നത്. അതാണ് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അണിഞ്ഞു നടക്കുക, അല്ലേ? ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി. പഠിച്ചോൻ ഈശ്വരൻ നമ്മളെ ഉരുക്കിയെടുത്തിട്ടാണ് ഭംഗിയുള്ള ആഭരണങ്ങളായിട്ട് നമ്മളെ മാറ്റുന്നത്. ജീവിതം പഠിച്ചത് സന്തോഷങ്ങളിൽ നിന്നല്ല. കത്തിക്ക് മൂർച്ച കൂടുന്നത് നല്ല തണുത്ത വെള്ളത്തിൽ വെക്കുമ്പോഴല്ല, തീയിൽ വെക്കുമ്പോഴാണ്. തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുക്കി എടുത്തിട്ടാണ് കത്തിക്ക് മൂർച്ച കൂട്ടുന്നത് എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു അനുഭവത്തിലൂടെ, സങ്കടത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഇപ്പം ഉള്ളതിനേക്കാൾ കരുത്തുള്ളൊരു മനുഷ്യനായിട്ട് നമ്മൾ മാറാൻ മാത്രമേ അത് കാരണമാകുന്നുള്ളൂ. ഇതിനേക്കാൾ ബലഹീനനായൊരു മനുഷ്യനായിട്ട് ഒരു കാരണവശാലും ആ സങ്കടത്തിന് ശേഷം നമ്മൾ ഉണ്ടാവില്ല. ഇതിനേക്കാൾ ബലവത്തായൊരു മനുഷ്യനായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റൂമി പറയും, റൂമി എന്ന് പറയുന്ന വലിയൊരു ഫിലോസഫറാണ്, സൂഫിയാണ്. പഠിച്ചോനും മനുഷ്യനും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് പാട്ടുപാടിയ മനുഷ്യനാണ് റൂമി. ജിബ്രാനെ കേട്ടിട്ടില്ലേ? ജിബ്രാൻ പറഞ്ഞത് മുഴുവനും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് തോന്നിയ പ്രണയത്തെക്കുറിച്ചാണ്. റൂമി പറഞ്ഞത് മുഴുവനും ഒരു മനുഷ്യന് അവൻ്റെ ഈശ്വരനോട് തോന്നിയ പ്രണയത്തെക്കുറിച്ചാണ്. ഭൂമിയും ആകാശവും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ്. റൂമി പറയും, ഒരു മുറിവ് ശരിക്കൊരു മുറിവല്ലടാ. ഒരു മുറിവുണ്ടായാൽ അത് ശരിക്കൊരു മുറിവല്ല, പിന്നെന്താണ്? വെളിച്ചം വരാനുള്ള ഒരു ജനാലയാണ്. മുറിവ് എന്ന് പറഞ്ഞാൽ വെറും മുറിവല്ല, വെളിച്ചം വരാനുള്ള ഒരു ജനാലയാണ്. മുറിവിൽ നിന്നാണ് മനുഷ്യന് വെളിച്ചം കിട്ടിയിട്ടുള്ളത്. മുറിവിൽ നിന്നാണ് മനുഷ്യന് വെളിച്ചം കിട്ടിയിട്ടുള്ളത്. ജീവിക്കാൻ പഠിക്കുന്നത് സങ്കടങ്ങളിൽ നിന്നാണ്. ശരിക്ക് സങ്കടങ്ങളാണ് ഉള്ളത് നമ്മുടെ കൂടെ ഉള്ളത്. സന്തോഷങ്ങൾ വെറും വിരുന്നുകാരൻ മാത്രമാണ്, അല്ലേ? ഭൂമിയിൽ മുഴുവനും ഉള്ളത് വളരെ കുറച്ച് മാത്രം കരയാണ്, ബാക്കിയുള്ളതൊക്കെ വെള്ളമാണ്. 3/4 ഭാഗവും വെള്ളമാണല്ലോ, അല്ലേ? 1/4 ഭാഗം മാത്രമേ ഉള്ള കരയുള്ളൂ. ഇതേപോലെയാണ് മനുഷ്യജീവിതവും. കൂടുതലുള്ളത് ദുഃഖങ്ങളാണ്. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. സത്യമാണത്. അതുകൊണ്ട് ദുഃഖങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനൊന്നും ശ്രമിക്കണ്ട. അതിൻ്റെ കൂടെ ഒഴുകാൻ പഠിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പഠനം. ദുഃഖങ്ങളെ മറക്കുക, അല്ലെങ്കിൽ ദുഃഖങ്ങളെ ഒഴിവാക്കുക, ദുഃഖങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വെറുതെയാണ്. ദുഃഖങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ പഠിക്കലാണ് ശരിയായ പഠനം. സന്തോഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമെന്നൊന്നുമില്ല. സന്തോഷം നമ്മൾ പറയില്ലേ, അത് എപ്പോഴും ഉണ്ടാവണമെന്നൊന്നുമില്ല, നടക്കില്ല അത്. പക്ഷെ സമാധാനം എപ്പോഴും വേണമെങ്കിൽ കിട്ടും. അതിനൊറ്റ കാര്യം ആലോചിച്ചാൽ മതി, ജീവിതത്തിലുള്ളതെല്ലാം അനിശ്ചിതത്വങ്ങളാണ് എന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ മതി. ജീവിതത്തിൽ എന്തൊക്കെയുണ്ട്, അത് മനുഷ്യന്മാരാവട്ടെ, അനുഭവങ്ങളാവട്ടെ, എന്താവട്ടെ, ഒന്നും എല്ലാ കാലത്തേക്കും ഉണ്ടാവില്ല എന്ന് ഒരാൾ എപ്പോഴാണോ ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ചറിയണത്, ആ നിമിഷം മുതൽ അയാൾ അനുഭവിക്കുന്നതിൻ്റെ പേരാണ് അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ സമാധാനം. സന്തോഷമല്ല കേട്ടോ, സന്തോഷം ഒരു ഇല്യൂഷൻ മാത്രമാണ്, ഇല്ലാത്തൊരു കാര്യമാണ്. വെറുതെ പറയാ. ഉള്ളത് എന്താണെന്നറിയോ? സമാധാനം, പീസ്. അത് കിട്ടാനുള്ള വഴികളുണ്ട്. എല്ലാ സമയത്തും സന്തോഷം ഉണ്ടാകാൻ ഒരു വഴിയില്ല, പക്ഷെ എല്ലാ സമയത്തും സമാധാനം ഉണ്ടാകാൻ വഴികളുണ്ട്. അപ്പം പെൻസിലിൻ്റെ ഉടമ പെൻസിലിന് പറഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യം അതാണ്. എപ്പോഴൊക്കെ നിനക്ക് മുറിവുകൾ ഉണ്ടാവുന്നുണ്ടോ, നിനക്ക് വേദനകൾ സംഭവിക്കുന്നുണ്ടോ, ആ വേദനകളുടെ അവസാനം, ആ വേദനകൾക്ക് ശേഷം സംഭവിക്കുന്ന എന്താണ്? ഇപ്പോഴുള്ളതിനേക്കാൾ ദുർബലനായ ഒരാളല്ല ഉണ്ടാവുക, ഇപ്പോഴുള്ളതിനേക്കാൾ മൂർച്ചയുള്ള ഒരാളായിട്ട് നീ മാറുന്നതാണ് പിന്നെ നിനക്ക് കാണാൻ കഴിയുക.
ഇവിടെ അവസാനിപ്പിക്കണോ? നിങ്ങൾ